ഒരു ചൂടാണ് ഭഗവാനെ. മീനാ നോക്ക പോലും ചെയ്യാതെ പോയി. നമ്മൾ വാങ്ങിക്കലൊന്നും അങ്ങേർക്ക് നല്ല ഉറപ്പുണ്ട്. വെയിലത്ത് എങ്ങനെയും മനുഷ്യന്മാരെ ജീവിക്കണം. എന്നാലും ഈ വെയിൽ കൊണ്ട് ഒരേ ഒരു ഗുണമുള്ളത്, ഈ തുണിയൊക്കെ 10-15 മിനിറ്റ് കൊണ്ട് ഉണങ്ങി കിട്ടും. പാവപ്പെട്ട മനുഷ്യന്മാര് എത്ര കഷ്ടപ്പെട്ടാലാണ് ഈ വെയിലത്ത് ജീവിക്കാൻ പറ്റുന്നത്. ഹലോ അമ്മ, ഇത് ആരോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ എന്നോട് തന്നെ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഈ ഇടയായിട്ട് അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരം കൂടുതലാണ്. മിക്കവാറും അമ്മ ഒരു ഡോക്ടറെ കാണിക്കേണ്ടി വരും. സംസാരിച്ചിട്ടൊന്നും ഒരു ഗുണമില്ലാത്ത നിന്നോട് സംസാരിക്കാളും ഭേദം ഞാൻ എന്നോട് തന്നെ സംസാരിക്കണതാ. ഇപ്പൊ അങ്ങനെയായി. അതിലൊരു സന്തോഷം, നല്ല സന്തോഷം. എനിക്കേ ഇല്ല, ഇന്ന് എന്താണ് വിഷയം സംസാരിക്കാൻ? അങ്ങനെ പൊതുവെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിഷയമൊന്നും വേണമെന്നില്ല. എന്ത് വിഷയത്തും ഞാൻ സംസാരിക്കാലോ. കാക്ക, പൂച്ച, അങ്ങനത്തെ വിഷയങ്ങളാണല്ലോ അമ്മ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്. ഇന്ന് എന്താണ് വിഷയം എന്നാണ് ഞാൻ ചോദിച്ചത്. ഇന്നത്തെ വിഷയം വെയിലാണ്. വെയില്, ചൂട്. എന്തൊരു ചൂടാണല്ലേ, മനുഷ്യന് ജീവിക്കാൻ പറ്റൂല. റൂമിലൊന്നും ഇരിക്കാൻ വയ്യ, ഭയങ്കര ചൂട്. അയ്യോ, നീ അതിന് എന്ത് വെയില് കാണുന്നു? രാവിലെ തൊട്ട് രാത്രി വരെ മറ്റേ മൊബൈലില് കുത്തിക്കൊണ്ടിരുന്ന് ഫാനും ഇട്ട് AC ഇട്ടോണ്ടിരിക്കാൻ നിങ്ങൾക്കൊക്കെ ചൂടറിയാവോ? പുറത്തിറങ്ങിയാലേ ചൂടറിയുള്ളൂ. സാധാരണ മനുഷ്യന്മാര് പണിയെടുക്കുന്ന ആൾക്കാരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അമ്മ, കറണ്ട് പോയാൽ അതിന്റെ അകത്തൊന്നും ഇരിക്കാനൊന്നും പറ്റൂല, ഭയങ്കര ചൂടാണ്. ഓ, അപ്പൊ അറിയുമല്ലേ ഇച്ചിരി ചൂട്. ആ വേർപ്പാണ് വലിയ പ്രശ്നം പറഞ്ഞത്. അപ്പൊ റോഡിൽ ഇറങ്ങി പണിയെടുക്കുന്ന, ആ പൊരി വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്കാരെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ടാണ് ഗവൺമെന്റ് പറയുന്നത് 11 തൊട്ട് 3 മണി വരെ പുറത്തിറങ്ങാൻ പാടില്ല, സൂര്യാഘാതം ഏൽക്കും. അങ്ങനെ പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാലേ വീട്ടിൽ അടുപ്പ് പുകയോ? അന്നുള്ള കാശിന് വേണ്ടിട്ട് പണിയെടുക്കുന്ന ആൾക്കാരെ 4 മണിക്കൂർ ലീവ് എടുത്തിരുന്നു കഴിഞ്ഞാൽ വീട്ടിൽ കുടുംബം മൊത്തം പട്ടിണിയായി പോവും. അങ്ങനെയൊക്കെ ചിന്തിക്കണം ഇടയ്ക്കിടയ്ക്ക്. പുറത്തിറങ്ങി ഇടയ്ക്കൊന്ന് കറങ്ങിയൊക്കെ നോക്കണം കേട്ടാ, എന്നാലേ മറ്റുള്ളവരെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. തുണിയൊക്കെ കഴിഞ്ഞോ? അമ്മ പിങ്കി എവിടെ? പിങ്കി നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അവിടെ ഒന്നും കാണാനില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് നോക്കിയത്. ഞാൻ വിചാരിച്ച അമ്മയുടെ കൂടെ ആയിട്ട് കാണൂ. ഇവിടെ ഒന്നും കാണാനില്ല. ഇങ്ങോട്ടൊന്നും വന്നില്ല അവള്. ഇല്ലേ? പിന്നെ എവിടെ പോയി? അതെല്ലാം കാണാം, നോക്കാം. പിടി. ിരിക്കുന്നവള് അതാ എന്തോ കുറുക്കി കഴിച്ചോണ്ടിരിക്കുന്നത്. ഇതൊക്കെ എപ്പോഴും ഇത് തന്നെ പണി. എന്തോ കുറുക്കാ? ക്ഷമ, ഇത് കുറുക്കൊന്നുമല്ല. ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയ ഫേസ് പാക്ക്. നിനക്ക് കൂടെയാ? ഇതാ എന്റെ പൊന്നു മോളെ, ഇതിന്ന് ഒരു തുള്ളി പോലും കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. അവള് പാവം ചോദിക്കണല്ലേ. ഞാൻ ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. അല്ല, ഇത് എന്തൊക്കെ ചേർത്ത്? ഇതിനകത്ത് ഞാൻ കടലമാവ് ചേർത്ത്, തേന്, നാരങ്ങ നീര്, പിന്നെ കുറച്ച് മറ്റേ പഴമില്ലേ, എന്താ ഇവിടെ ഇരുന്ന് മറ്റേ നമ്മള് പഴം ഒരു ഇച്ചിരി അത്രയും എടുത്തിട്ട് നശിപ്പിച്ചടി. ഇല്ല, ഞാൻ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് സെറ്റ് വെച്ച് കുറച്ച് താ എനിക്ക്. പറ്റൂല. അമ്മ പറ, അമ്മ എനിക്ക് കൂടി തരാൻ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ കൊടുക്കണം. കൊടു. ഇത് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ഞാൻ തേച്ചോ ഉറപ്പാണല്ലോ? തരൂലല്ലോ. എന്റെ ഒരു ഐലൈനർ പോലും ഞാൻ നിനക്ക് തരൂല. നോക്കിക്കോ, അവർക്ക് സാമർഥ്യമുണ്ട്. തരൂല. നീ പറഞ്ഞല്ലോ എനിക്ക് മസ്കാര തരാന്ന്. അത് തരണമെങ്കിൽ നീ ഇത് എനിക്ക് ഇട്ടേരാ. ഓക്കെ, ഇത് ഞാൻ തരാം. ഇട്ട് തരുമോ? നീ എന്റെ മുഖത്തിട്ട് തരൂ. ഇത് എനിക്ക് ഇട്ടെന്നാ ഞാൻ തിരിച്ചിട്ട് തരാം. ഇട്ടേരല്ലോ. ശരി, കോംപ്രമൈസ് ആയി. അമ്മയ്ക്ക് വേണമ്മ? എനിക്ക് ആവശ്യമില്ല. കാരണവന്മാർ അനുഗ്രഹിച്ചേ നല്ല ഭംഗിയും കോലുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നെഞ്ചു വേദനിക്കണമ്മ ഇമാതിരി തള്ളൊക്കെ കേട്ടിട്ട്. അയ്യേ, തള്ളു എനിക്ക് തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഒറിജിനലി ഉള്ളതുകൊണ്ട്. നിനക്കൊക്കെ വേണം ആർട്ടിഫിഷ്യലി സൗന്ദര്യം ഉണ്ടാക്കി അതൊക്കെ വാരി തേക്കണേ. വാരി തേച്ചോണ്ടിരിക്കും. ഇത് പിടിച്ചോ സ്പൂണ്. ബ്രഷ് വെച്ചിട്ട് ഇവിടെ ഡ്രസ്സിലൊന്നും ആവരുത്. ഇല്ല, കഴുത്തിലിടണ്ടല്ലോ. വേണ്ട, ഇതിലൊക്കെ ആവും. കഴുത്തിലും കൂടെ ഇടണോന്നാണ്. പിന്നീട് ഡ്രസ് ചേഞ്ച് ചെയ്യും.